നിങ്ങൾക്ക് പെരുമ്പാമ്പിന് ഇതുപോലെ കഴുത്തിലിടണോ അതുപോലെ മക്കാവിനെ ഇതുപോലെ എടുത്ത് പിടിക്കണോ എന്നാൽ നേരെ എൻ്റെ കൂടെ കോട്ടയത്തേക്ക് പോവാം. നമുക്കിതെല്ലാം അവിടെ ചെയ്യാം. 80 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് പെറ്റ് ഷോയിലേക്കുള്ള യാത്രയിലേക്ക് പോകാം. KSRTC ബസ്സിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ യാത്ര കോട്ടയത്തേക്ക് പോകുന്നത് ഈ ബസ്സിലാണ്. ഇത് കൈപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ബസ് ഇപ്പോൾ ഇരാറ്റുപേട്ട സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 59 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. റണ്ണിങ് ടൈം എന്ന് പറയുന്നത് മിനിമം 1 മണിക്കൂറാണ് റണ്ണിങ് ടൈം വരുന്നത്. പിന്നെ ബ്ലോക്കിനെയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയേഷൻ വരാം. മിനിമം 1 ഹവറാണ് റണ്ണിങ് ടൈം വരുന്നത്. 40 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ പാലാ ഏറ്റുമാനൂർ വഴി നേരെ കോട്ടയം, അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ്. നമ്മുടെ കോട്ടയത്ത് നിന്നിട്ട് പെറ്റ് ഷോ കാണണം, അതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. പിന്നെ ഈ യാത്രയിൽ ഏറ്റവും വലിയ എനിക്ക് കുറച്ചാൾ മുമ്പ് ഒരു ചെറിയൊരു പണി കിട്ടി KSRTCയിൽ നിന്ന്. ഞാൻ ആ QR കോഡ് വഴി സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ വീണ്ടും പൈസ കൊടുത്ത് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അത് കാരണം എനിക്കിപ്പോൾ QR കോഡ് വഴി സ്കാൻ ചെയ്യാൻ തന്നെ ഒരു ഭയങ്കര പേടിയാണ്. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തിരക്കുള്ള ബസ്സിൽ സ്കാൻ ചെയ്യാതിരിക്കുക. തിരക്കുള്ള ബസ്സിൽ സ്കാൻ ചെയ്യുമ്പോഴത്തേനാണ് ഈ പണി കിട്ടാൻ ചാൻസ് കൂടുതൽ. തിരക്കില്ലാത്ത ബസ്സിലാണ് പിന്നെയും പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ ബസ് കടുവാമൊഴി എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇരാറ്റുപേട്ടയിലെ റിംസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബസ് ഭരണങ്ങാനം എത്തിയിരിക്കുകയാണ്. ഇരാറ്റുപേട്ടയിൽ നിന്ന് 7 കിലോമീറ്ററാണ് ഭരണങ്ങാനത്തേക്ക് ഉള്ളത്. ഇവിടെ ഇപ്പോൾ അൽഫോൺസാമ്മയുടെ പെരുന്നാൾ നടക്കുന്ന സമയമാണ്. അത് കാരണം അത്യാവശ്യം തിരക്കുണ്ട്. വലതുവശത്താണ് അൽഫോൺസാമ്മയുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇടതുവശത്താണ് സെൻറ്റ് മേരീസ്, ഇവിടുത്തെ ഒരു ഫേമസ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ ഇടതുവശത്ത് തന്നെയാണ് കാനറ ബാങ്കും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി പാലായിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി KSRTC സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. അതിന് മുൻ ഫ്രണ്ടിലൊരു HP ഒരു പമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു പുളിമൂട്ടിൽ സിൽക്സിൻ്റെ ECVയുടെയും ഷോറൂം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് പാലാ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബസ് നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. അത് പോരാതെ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളും നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. ബാംഗ്ലൂരും മൈസൂറും ഒക്കെ ബസ് ഇവിടുന്ന് ലഭ്യമാണ്. കോയമ്പത്തൂർ, തെങ്കാശി. കോട്ടയം ജില്ലയിലെ ഒരു മെയിൻ ബസ് സ്റ്റാൻഡാണ് പാലാ ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മുടെ ബസ് കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പാലായിലെ ഫേമസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരമറ്റത്താണ്. ഇവിടെയാണ് ബിഷപ്പ് ഹൗസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മുത്തോലി എന്ന് പറഞ്ഞ സ്ഥലത്തിന് പോകുന്ന വഴിക്കുള്ള ആറ്റുതീരം എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന റോഡാണ് ഈ ആറ്റുതീരം റോഡ്. അടിപൊളി, നല്ലൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ സിഗ്നലിൽ എത്തിയിരിക്കുകയാണ്, കിടങ്ങൂർ. ഈ പാലാ ഇരാറ്റുപേട്ട കോട്ടയം റൂട്ടിലെ ഏക സിഗ്നലുള്ളത് ഇവിടെയാണ്. മെയിനായിട്ടുള്ള സിഗ്നലുള്ള കിടങ്ങൂരാണ്. അങ്ങനെ ഫൈനലി കോട്ടയത്ത് എത്തിയതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നാഗമ്പടം സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നടന്ന് നമ്മുടെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്, ഇൻഡോർ സ്റ്റേഡിയം. 80 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ അത് മുഴുവൻ തത്തകളും കുറേ പരിപാടി, ഗോൾഡൻ പീസ് ആൻഡ് കോഴികൾ. ശരിക്കും ഇതൊരു നഷ്ടപരിപാടിയായിപ്പോയി. കുറേ കോഴി ഐറ്റംസും തത്തകളും മാത്രമാണ് ഉണ്ട്. കുറേ കോഴികളൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. മുയൽ കണ്ടില്ലേ, കുറേ കോഴികൾ. പലതരത്തിലുള്ള കോഴികളെ നമുക്കിവിടെ കാണാം. ഇതൊക്കെ അമേരിക്കനാന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ചൈനീസ്
ഇതൊക്കെ എന്താ പ്രാവ്, കുറേ പ്രാവിനെ കാണാൻ സാധിക്കുന്നുണ്ട്, വെറൈറ്റി പ്രാവുകൾ. എനിക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നഷ്ടക്കേസായിപ്പോയി ഇത്. കുറേ പ്രാവുകൾ, വീണ്ടും പ്രാവ്. വെറൈറ്റി. എൻ്റെ തലയൊന്നും കാണത്തില്ല, എൻ്റെ തലയില്ലേ. കുറേ പക്ഷികൾ, ലവേഴ്സ്, കുറേ പക്ഷികൾ. ഈ പക്ഷികളെയും കോഴികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പരിപാടിയാണത്. എനിക്ക് കൂടുതൽ ആനിമൽസിനോടാണ് താല്പര്യം. മറ്റേ തെറി പറയുന്നൊരു തത്തയുണ്ട്, അതാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷെ ആൾക്കാരുള്ളതുകൊണ്ട് അതിനെക്കൊണ്ട് എങ്ങനെ തെറി പറയിപ്പിക്കുമെന്നാണ് ആലോചിക്കുന്നത്. ഇത് കുറേ പക്ഷികൾ, ഒരു തത്ത, വീണ്ടും തത്ത, വീണ്ടും തത്ത. ഏതാണ്ട് സാധനം, മറ്റേ സാധനമാണോ ഇത് വരുന്ന, മറന്നുപോയല്ലോ. ഏതാണ്ട് കുറേ കൊമ്പിരിക്കുന്നുണ്ട്. കാളക്കൊമ്പാണോ എന്ന് സംശയമുണ്ട്, എന്തിൻ്റെ കൊമ്പാന്ന് മനസ്സിലാവുന്നില്ല. അതിലും വലിയൊരു കൊമ്പുണ്ട്. ഇത് ഏറ്റവും വലിയൊരു ആമയാണെന്നാണ് പറയുന്നത്, സൽക്കാട്ട ആമ. ഇതൊരു വെറൈറ്റി ഒരു മങ്കിയാണ്. നല്ല രസമുണ്ട്, കുട്ടിത്തേവാങ്കിനെ പോലെയുണ്ട്. ഇതല്ലേ മറ്റേ ലെവൻ, ഈ തെറി പറയുന്ന തത്ത. നമ്മുടെ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ കുറേ റീലായിട്ട് കാണുന്നില്ല, ആ തത്തയല്ലേ ഇത്. ഏതായാലും ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് 2-3 തെറിയൊക്കെ പറയിപ്പിക്കായിരുന്നു. ഇവനെ കൊണ്ട് തെറി പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു, പക്ഷേ നിറച്ച ആൾക്കാരാണ്. ഉണ്ടല്ലേ, ഇത് കാണുമ്പോൾ പ്രതിമയാണെന്ന് ഓർക്കും, പക്ഷേ ഒറിജിനലാണ്. ഞാൻ കുറച്ച് നേരം വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. ഉണ്ടോ, അത് ചലിക്കുന്നുണ്ട്, പതനങ്ങുന്നുണ്ടോ, അത് ചലിക്കാതെ ഇരിക്കും. അവിടെ വേറെ തത്ത, ഇതിൻ്റെ സാധനം ഷുഗർ, കുട്ടിത്തേവൻ കാണും. ഇത് മറ്റേ കിനിപ്പന്നി. ഇനി നമ്മൾ എക്സോട്ടിക് സ്നേക്ക് വേൾഡിലോട്ട് പോവുകയാണ്. വലിയ സംഭവം എന്നൊക്കെ കരുതുകൊണ്ട് പോയതാണ്, പക്ഷേ വലിയ സംഭവമൊന്നുമില്ല. ഇതിനും ഭേദം തിരുവനന്തപുരം മൃഗശാലയിൽ പോയി കാണുന്നതായിരിക്കും, അതായിരിക്കും ലാഭം. കുറേ ആണ്ടൊക്കെ ഉണ്ട്, എല്ലാം നോർത്ത് അമേരിക്കനും ലാറ്റിൻ അമേരിക്കനൊക്കെയാണ്. അങ്ങനെ നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണം. ഈ മക്കാവിന് 50 രൂപ, മറ്റേ മക്കാവിന് 100 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ എടുത്തില്ല. അങ്ങനെ കുറച്ചങ്ങനെ വന്നപ്പോൾ തന്നെ വേറെ കുറേ സംഭവങ്ങൾ, ഗിരിപ്പന്നിയാണെന്ന് തോന്നുന്നത്. അങ്ങനെ അപ്പോൾ ഒരു നാനോ കാറിനകത്ത് അക്വേറിയം കണ്ടു. വെറൈറ്റി ഐഡിയ അല്ലേ, നാനോ കാറിനകത്ത് അക്വേറിയം.
ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇവിടെ കുറേ ഇതൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ, ഇത് കുറേ സാധനങ്ങൾ. എല്ലാത്തിൻ്റെയും പേര് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി